ഇന്നേ വരെ ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞ് അല്ലെ തുഴയാൻ അറിയാവുന്നവനെ എന്ന് പറഞ്ഞ് ഒരുത്തരെയും ഒരു കുട്ടിയെയും പോലും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ക്ലബിലേക്ക്. ഇവിടെ വന്ന് തുഴച്ചിൽ പഠിച്ച് താളം കൊട്ടിപ്പടിച്ച് പങ്കായ എറിഞ്ഞു പഠിച്ചിട്ടാണ് ഈ വള്ളത്തേൽ എല്ലാവരും കയറിയിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ജിതിൻ കല്ലൂരം. ഞാൻ കൊണ്ടാക്കൽ ബോട്ട് ക്ലബിൻ്റെ ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഏകദേശം 2 വർഷക്കാലമായി കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് അത്യാവശ്യം മനോഹരമായ രീതിയിൽ ചെറുവള്ളങ്ങളുടെ കൂട്ടത്തിൽ കളിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. തമ്പുരാൻ്റെ കൃപ കൊണ്ടും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കളിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂലം ജലോത്സവം കാണാൻ പോയപ്പോൾ ഞങ്ങൾ കൂട്ടുകാർ കൂടി കാണാൻ പോയപ്പോൾ ഉണ്ടായ ഒരു ആവേശത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ക്ലബ്ബാണ് ശരിക്കും ഇത്. ഞങ്ങൾ മുതിർന്നവരും ഉണ്ടായിരുന്നു, ഇളയ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പോയപ്പോഴത്തേക്കും ഇത്രയും പേര് ഉണ്ടല്ലോ. നമ്മളിവിടെ ഒരു ബാഡ്മിൻ്റൺ ടീം ഉണ്ടായിരുന്നു. ആ ടീം എൻ്റെ ജേഴ്സിയൊക്കെ ഇട്ട് എല്ലാവരും പോയപ്പോൾ ഇത്രയും പേരുണ്ട്, നമുക്കൊന്ന് തുഴഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് തുടങ്ങി ഇന്നിപ്പോൾ 2 വർഷം അതിമനോഹരമായിട്ട് കടന്നുപോയി. കഴിഞ്ഞ വർഷം PG കരിപ്പുഴ വള്ളത്തേലായിരുന്നു. ഏകദേശം 14 കളികൾ കളിച്ചതിൽ 2-3 കളികളിൽ ഒഴികെ ബാക്കി എല്ലാ കളികളിലും നമുക്ക് നല്ലൊരു വിജയം കരസ്ഥമാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല നല്ല ചുണ്ടൻ വള്ളത്തിൻ്റെ ടീമുകളുമായിട്ട് മത്സരിക്കുവാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. അവർക്ക് അതിനുള്ള ഒരു ശക്തിയും പ്രചോദനവും ഒക്കെ ലഭിച്ചു ഈ ക്ലബ്ബ് വഴിയെന്ന് പ്രത്യേകം അഭിമാനത്തോടുകൂടി നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഈ കൊണ്ടാക്കൽ ക്ലബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അണിയം മുതൽ അമരം വരെ എല്ലാവരും കൊണ്ടാക്കയുടെ പിള്ളേർ അല്ലെങ്കിൽ നാട്ടിലെ പിള്ളേർ, നമ്മുടെ നാട്ടിലെ പിള്ളേരെ ഒരുക്കിയെടുത്തിരിക്കുന്ന താളവും പങ്കായ ഉൾപ്പെടെ എല്ലാവരെയും നമ്മുടെ നാട്ടിലെ പിള്ളേരെ ഒരുക്കിയെടുത്തിരിക്കുക. ഇന്നേ വരെ ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞ് അല്ലെ തുഴയാൻ അറിയാവുന്നവനെ എന്ന് പറഞ്ഞ് ഒരുത്തരെയും ഒരു കുട്ടിയെയും പോലും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ക്ലബിലേക്ക്. ഇവിടെ വന്ന് തുഴച്ചിൽ പഠിച്ച് താളം കൊട്ടിപ്പടിച്ച് പങ്കായ എറിഞ്ഞു പഠിച്ചിട്ടാണ് ഈ വള്ളത്തേൽ എല്ലാവരും കയറിയിരിക്കുന്നത്. ഈ 3 സീസണിൽ നമുക്ക് അങ്ങനെ കളിക്കുവാനായിട്ട് സാധിച്ചു. അതൊരു അഭിമാനം തന്നെയാണത്. നല്ല നല്ല തുഴച്ചിലുകാരെ നമുക്ക് ഒരുക്കിയെടുക്കാൻ സാധിച്ചു. എല്ലാ വർഷവും ഒരുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് കുഴപ്പമില്ല. നല്ല നല്ല ക്ലബ്ബുകളിലേക്ക് ചില കുട്ടികൾ പോകുന്നുണ്ട്, തുഴയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്കത് തമ്പുരാൻ്റെ കൃപ കൊണ്ട് തന്നെ അങ്ങനെ സാധിക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേർക്ക് അത് സാധിക്കുന്നുണ്ടെന്നുള്ളത് അഭിമാനം തന്നെയാണ്. എല്ലാ സീസണിലും ഈ സീസണിലും ഇതുപോലെ തന്നെ ഈ സീസണിലും നമ്മുടെ പുതിയ പിള്ളേരെ നമുക്ക് ഒരുക്കിയെടുത്താണ് മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ പോകുന്നത്. വലിയൊരു പ്രതീക്ഷയാണ്. നെഹ്റു ട്രോഫി മുതൽ അങ്ങോട്ട് കിടക്കുകയാണ്, നീണ്ടു നിവർന്ന് മത്സരങ്ങൾ കിടക്കുകയാണ്. എല്ലാത്തിലും ജയിക്കുവാൻ ആഗ്രഹമുണ്ട്, സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ഒരുക്കിയെടുക്കുന്ന കാര്യത്തിന് എല്ലാ സീസണിലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് മത്തായി ആൻ്റണി, നമ്മുടെ ട്രെയിനർ. ഈ വർഷം പുന്നത്തറ പുരയ്ക്കാനും വള്ളത്തേൽ ഞങ്ങളുടെ നെഹ്റു ട്രോഫി ശ്രമം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിജയപ്രതീക്ഷയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.